ഇത്തരത്തിലൊരു പത്രസമ്മേളനം നടത്തുന്നത് ഇന്നലെ UDFിൻ്റെ വക്താക്കൾ നടത്തിയ ചില തെറ്റിദ്ധാരണാജനകമായ ചില പ്രസ്താവനകൾക്ക് മറുപടി പറയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ ചിറയൻകീഴ് ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സഖാവ് ഷീലയാണ്. അതുപോലെ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് R രാമു, അതുപോലെ നമ്മുടെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശൈലജ ബീഗം, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഞാനാണ്. അപ്പോൾ ഈ ഇന്നലെ ഉന്നയിക്കപ്പെട്ട തെറ്റായ ചില പ്രസ്താവനകൾ ഒന്ന് ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റായിട്ടാണ് അവർ ചിത്രീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള സഖാവ് ഷീല നൽകിയ നോമിനേഷനിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൺസേൺഡ് ഡിവിഷനിലെ വോട്ടറല്ലാത്ത ഒരാളാണ് നിർദ്ദേശകയായി കൊടുത്തത് എന്നുള്ളതാണ്. എന്നാൽ അത് തെറ്റാണ്. സഖാവ് ഷീല പത്രിക നിശ്ചിത ഡേറ്റിനും 2 ദിവസം മുൻപ് തന്നെ അല്ലേ, തലയ്ക്ക് ദിവസം 20-ാം തീയതി അല്ല 19-ാം തീയതിയും 20-ാം തീയതിയുമായി 3 സെറ്റ് പത്രിക നൽകിയിട്ടുണ്ട്. ആ 3 സെറ്റ് പത്രികയും ഷീലയുടെ ഡിവിഷനിലുള്ള നിർദ്ദേശകന്റെ പേരാണ് ഉൾപ്പെടുത്തി നൽകിയിട്ടുള്ളത്. അതിൽ ഒരു സെറ്റ് പത്രികയിലാണ് ഈ പറഞ്ഞ നിർദ്ദേശകന്റെ പേരിൽ ഡിവിഷൻ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത്. എന്നാൽ ഒരു സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ 3 സെറ്റ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാം, 5 സെറ്റ് നാമനിർദ്ദേശ പത്രിക കൊടുക്കാം. അങ്ങനെ നമ്മൾ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു നാമനിർദ്ദേശ പത്രികയിൽ സാങ്കേതികമായ എന്തെങ്കിലും പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റാക്ടിഫൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത സെറ്റ് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത്. അത് നിയമപരമായി ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള ഒരു നടപടിക്രമമാണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അനുവദിച്ചിട്ടുള്ള നടപടിക്രമം അനുസരിച്ച് വരണാധികാരി സ്ക്രൂട്ടിനി നടന്ന ദിവസം ഇത് പരിശോധിക്കുകയും ഇതിനെ സംബന്ധിച്ച് യാതൊരു വിധമായ ഒബ്ജക്ഷനും ROയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 സെറ്റ് വോട്ടർ പട്ടികയിൽ 2 സെറ്റ് വോട്ടർ പട്ടികയിൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് തന്നെയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചിരുന്നു എന്ന് മാത്രമല്ല, സാധാരണ നിലയിൽ സ്ക്രൂട്ടിനി സമയത്താണ് ഇത്തരം വാദമുഖങ്ങൾ ഉന്നയിക്കേണ്ടത്. അങ്ങനെ ഒരു വാദമുഖവും UDFിൻ്റെ ഭാഗത്തുനിന്നോ മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു തർക്കമോ അതുപോലെ തന്നെ ഒരു തടസ്സവാദമോ അവിടെ ഉന്നയിക്കപ്പെട്ടതായി കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഈ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയായി അംഗീകരിച്ച് സഖാവ് ഷീല മത്സരരംഗത്ത് ഉള്ളത്. അത് വളരെ നല്ല വിജയമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കിയ UDF രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി നമ്മുടെ സ്ഥാനാർത്ഥിയെ ഇകഴ്ത്തി കാണിക്കാൻ, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിനും ബോധപൂർവമായ ശ്രമമാണ് ഇന്നലെ ഇവിടെ നടത്തിയിട്ടുള്ളത്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് അപലപിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചിറയൻകീഴ് നിയോജക മണ്ഡലം കൺവീനർ എന്നുള്ള നിലയിലും അതുപോലെ തന്നെ CPIMൻ്റെ ആറ്റിങ്ങൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള നിലയിലും ശക്തമായി ഇത് അപലപിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം അവർ ചൂണ്ടിക്കാണിച്ചത്, ഇവിടെ നമ്മുടെ ചിറയൻകീഴ് ബ്ലോക്ക് ഡിവിഷനിൽ ചിറയൻകീഴ് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കാനായിട്ട് തീരുമാനിച്ച
LDF സ്ഥാനാർത്ഥി. അത് സാധാരണ നമ്മൾ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ഒന്നിലധികം സ്ഥാനാർത്ഥികളെ നോമിനേഷൻ കൊടുക്കും. നമ്മൾ 2 സ്ഥാനാർത്ഥിയെ കൊടുക്കാറുണ്ട്, 3 സ്ഥാനാർത്ഥിയെ കൊടുക്കാറുണ്ട്. ഇവിടെ സഖാവ് ബീജ സുരേഷിനെ ആണ് ആദ്യം നാമനിർദ്ദേശ പത്രിക കൊടുത്തത്. അതോടൊപ്പം തന്നെ അന്ന് തന്നെ 8ാം വാർഡ് മെമ്പറായിട്ടുള്ള നമ്മുടെ ശിവപ്രഭയുടെ നോമിനേഷനും അന്ന് തന്നെ സമർപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ ബീജ സുരേഷിന്റെ നാമനിർദ്ദേശ പത്രിക ചില സാങ്കേതിക കാരണങ്ങളാൽ സ്കൂട്ടനി ദിവസം അത് തള്ളിയതായി അറിയിച്ചു. ശിവപ്രഭ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച് മത്സര രംഗത്താണ്. ശിവപ്രഭ 7ാം വാർഡ് മെമ്പറാണ്. ഇപ്പം നിലവിൽ ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിലെ 5 വർഷക്കാലം മെമ്പറായിരിക്കുന്ന ആളാണ് ശിവപ്രഭ. അതുകൊണ്ട് അത് പാർട്ടി തീരുമാനിച്ച് ആലോചിച്ച് തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്നും പാർട്ടിക്ക് യാതൊരു വിധമായ ആശയക്കുഴപ്പവുമില്ല. പാർട്ടി ജനങ്ങളുടെ ഇടയിൽ അംഗീകാരമുള്ള സുസമ്മതരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ ആറ്റിങ്ങൽ ഏരിയയിൽ, ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 6 ഗ്രാമപഞ്ചായത്തുകളും LDF വലിയ വിജയം കരസ്ഥമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൽ ഭീതി പൂണ്ടാണ് UDF ഇത്തരത്തിലുള്ള ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനശ്രദ്ധ മാറ്റുന്നതിനും ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനും വോട്ടർമാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിനുമാണ് മനഃപൂർവ്വമായിട്ടുള്ള ഈ ശ്രമം നടത്തുന്നത്. അത് ഒരു കാരണവശാലും ജനാധിപത്യ വിശ്വാസികൾ അംഗീകരിക്കില്ല എന്നത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾക്ക് ഇതാണ് പറയാനുള്ളത്. ചിറയൻകീഴ് ജില്ലാ ഡിവിഷൻ സ്ഥാനാർത്ഥി സാക്ഷിയില്ല വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളതിന് ആർക്കും സംശയമില്ല. അറിയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി പോലും ജില്ലാ ഡിവിഷനിൽ ഇവിടെ എങ്ങുമില്ല. നമ്മൾ അന്വേഷിക്കുകയാണ് UDF BJP എവിടെയുള്ള ആളാണെന്ന് അന്വേഷിക്കുന്നത്. സ്ഥാനാർത്ഥിയായി നിർത്തണമെന്ന് കാണില്ല. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സുഭാഷ് പറഞ്ഞതുപോലെ ആറ്റിങ്ങൽ ഏരിയയിലുള്ള 2 ജില്ലാ ഡിവിഷനും 14 ബ്ലോക്ക് ഡിവിഷനും 145 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ വലിയ നിലയിൽ ഭൂരിപക്ഷത്തോടെ മതി. അത് ഈ ആറ്റിങ്ങൽ ഏരിയയിൽ മാത്രമല്ല, കേരളത്തിൽ ആകെ അത് കൃത്യമായി അലയടിക്കും. വലിയ നിലയിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിലെ ഗവൺമെൻറ്റിനും കൃത്യമായും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും. അത് വെളിവുണ്ട്. ഇപ്പോൾ വല്ലാതെ എന്ത് പറയുന്നു എന്ന് തന്നെ അവർക്കറിയില്ല. അല്ലെങ്കിൽ എത്ര ദിവസം ഇന്ന് നാളെ വരുന്ന ഇലക്ഷനാണ്. ഇലക്ഷൻ്റെ തലേനാൾ എന്ന് പറയുകയാണ് ഇങ്ങനെ ഷീലയുടെ നോമിനേഷൻ എന്തെങ്കിലും പ്രയാസമുണ്ട്, നിയമപര പ്രയാസമുണ്ട്, അതുകൊണ്ട് ഷീലയ്ക്ക് വോട്ട് ചെയ്യണ്ട എന്ന് പറയുന്ന വിഡ്ഢിവേഷം കിട്ടുന്ന ഈ കോൺഗ്രസ് എന്താണ് പറയേണ്ടത്? അപ്പോൾ എതിരാളി ഇല്ലായിരുന്നപ്പോൾ ഏകപക്ഷീയമായിട്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കും എന്ന് ഉറപ്പ് വന്നപ്പോൾ UDFകാർക്ക് വല്ലാതെ ഒരു വിരളി പിടിച്ചാണ് ഇന്നലത്തെ ഒരു പത്രസമ്മേളനം നടത്തിയത്. എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിയുടെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയെടുക്കുക. അതെന്തായാലും ജനങ്ങൾ അങ്ങനെയൊന്നും പെട്ടെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളവും ഈ ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഏരിയയിൽ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയാണുള്ളത്. ഈ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും നല്ല ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്നുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ കാണുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് വയ്ക്കുന്നതും നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ക്ഷേമ വികസന രാഷ്ട്രീയമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു വലിയ ഒരു ദൃക്സാക്ഷിത്വം അല്ലെങ്കിൽ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ ജനങ്ങൾ നമുക്ക് തരുന്ന ഒരു അംഗീകാരവും നമുക്ക് നമ്മളോട് ചേർന്ന് ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണുന്നു. ഇത് കാണുമ്പോൾ വല്ലാതെ അവർക്കൊരു വിഷമം ഉണ്ടായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി ഇക്കാര്യങ്ങളിലൊക്കെ വെളിപ്പെടുത്തി. ഇതിലൊന്നും വലിയ വിഷയമുള്ള കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്തായാലും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള നല്ല വിശ്വാസവും നല്ല ഉറപ്പും ഞങ്ങൾക്ക് എന്തായാലും വാർത്തയാണ്. ഞാൻ 3 സെറ്റ് നാമനിർദ്ദേശ പത്രിക കൊടുത്തിട്ടുണ്ട്. സ്കൂട്ടണി സമയത്തും യാതൊരു പ്രശ്നവുമില്ല. ഇത് ജയിക്കും എന്ന് വന്ന ഒരു വാർത്തയാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ നേതാവ് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു.
വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തൻകോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.